കേരള സർവകലാശാലയിൽ വിദ്യാർത്ഥിയെ ജാതീയമായി അധിക്ഷേപിച്ച സംഭവത്തിൽ ഡീൻ CN വിജയകുമാരിയോട് കോടതിയിൽ ഹാജരാകാൻ നിർദ്ദേശം. നെടുമങ്ങാട് SC/ST കോടതിയുടേതാണ് നിർദ്ദേശം. വിവരങ്ങളുമായി ഷീജ ചേരുന്നുണ്ട്. ഷീജ, ഈ ജാതീയമായി അധിക്ഷേപിച്ച വിഷയം വലിയ തരത്തിലുള്ള പ്രതിഷേധങ്ങൾക്കിടയാക്കിയിരുന്നപ്പോൾ ഈ വിദ്യാർത്ഥിയാണോ കോടതിയെ സമീപിച്ചത്? എന്താണ് വിവരങ്ങൾ? തീർച്ചയായും സജീവനായ ഈ വിദ്യാർത്ഥിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് കോടതിയിലേക്ക് കേസ് എത്തിയത്. ഏതായാലും കഴിഞ്ഞ ദിവസം ഈ കേസ് പരിഗണിക്കുന്ന സമയത്താണ് ഈ വിദ്യാർത്ഥിയെ കൂടി കേട്ടതിനു ശേഷം അതിൽ തുടർ നടപടികൾ സ്വീകരിക്കുക എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് നെടുമങ്ങാട് SC/ST കോടതി എത്തിയിട്ടുണ്ടായിരുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്നിപ്പോൾ വിപിൻ വിജയന്റെ ഭാഗം കോടതി കേട്ടത്. കോടതി വിപിൻ വിജയന്റെ ഭാഗം കേട്ടതിനു ശേഷമാണ് ഈ ആരോപണ വിധേയായിട്ടുള്ള ഡീൻ CN വിജയകുമാരിയോട് കോടതിയിൽ ഹാജരാകാൻ വേണ്ടി നിർദ്ദേശിച്ചിരിക്കുന്നത്. കോടതിയിൽ ഹാജരായി ജാമ്യമെടുക്കാമെന്നാണ് പ്രതിഭാഗം വക്കീൽ കോടതിയെ അറിയിച്ചത്. പക്ഷെ കോടതിയിൽ നേരിട്ട് ഹാജരാകണം എന്നുള്ളൊരു നിർദ്ദേശം തന്നെയാണ് കോടതി ഇപ്പോൾ നിലവിൽ ഈ വിജയകുമാരിക്ക് നൽകിയിട്ടുള്ളത് എന്നുള്ള കാര്യമാണ് ഇപ്പോൾ വ്യക്തമാകുന്നത്. ശരി, ഷീജയാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. കേരള സർവകലാശാലയിൽ വിദ്യാർത്ഥിയെ ജാതീയമായി അധിക്ഷേപിച്ച സംഭവത്തിൽ ഡീനിനോട് നേരിട്ട് ഹാജരാകാൻ നെടുമങ്ങാട് SC/ST കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നതിന്റെ വിവരങ്ങളാണ് ഷീജ നൽകിയത്.